2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ വലിയ ചർച്ച നടന്നിരുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രി പദങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നതിനെ ചൊല്ലിയായിരുന്നു. ആദ്യത്തെ ഒരു ടൈം ഉമ്മൻചാണ്ടി, പിന്നീട് രമേശ് ചെന്നിത്തല എന്ന മട്ടിൽ വലിയ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ 99 സീറ്റുമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമാക്കി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ. നേതാക്കൾക്ക് വേണ്ടി സൈബർ ഗ്രൂപ്പുകളിൽ പ്രചാരണം. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവർക്ക് വേണ്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, സ്വാഭാവികമായും ഈ നേതാക്കളുടെ അറിവോടുകൂടി അല്ലാതെ ഇത്തരം പ്രചരണം ഉണ്ടാകാൻ വഴിയില്ലല്ലോ അല്ലേ? KC, VD സതീശൻ, രമേശ് ചെന്നിത്തല, റിസൾട്ട് വന്നില്ല. അതിനു മുമ്പ് മുഖ്യമന്ത്രി കുപ്പായമിട്ട് നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിൽ അവരുടെ ആളുകൾ പ്രചരണം നടത്തുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് പ്രചരണത്തിന്റെ ഒരു സ്വഭാവം? അരുൺകുമാർ, ഇനിയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തറിയാൻ 3 ആഴ്ച കാത്തിരിക്കണം. പക്ഷേ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 88 മുതൽ 100 സീറ്റ് വരെ UDF ലഭിക്കുമെന്നാണ്. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ തുടക്കമിട്ടുവെന്നതാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യം, അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പാർലമെന്ററി പാർട്ടി അംഗങ്ങളെ അവരുടെ അഭിപ്രായം തേടി അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. ഏതായാലും നിരീക്ഷകരെ ഏറെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കും. വോട്ട് എണ്ണലിന്റെ തൊട്ടുമുമ്പ് തന്നെ AICCയുടെ നിരീക്ഷകർ സംസ്ഥാനത്തേക്ക് എത്തും. കഴിഞ്ഞ തവണ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള സംഘത്തിനായിരുന്നു ചുമതല. അന്ന് VD സതീശനെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു. ഈ തവണ ആരായിരിക്കുമെന്നത് കാത്തിരിക്കാം. അത് നിർണായകം കൂടിയായിരിക്കും. ആ ലീഡർ ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ കൂടി ചിത്രത്തിൽ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിലൊക്കെ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ രണ്ടിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളാണെങ്കിൽ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും KC വേണുഗോപാൽ സജീവമായി. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് KC വേണുഗോപാലാണെന്ന പ്രചാരണം സാമൂഹ്യ മാധ്യമത്തിൽ തുടങ്ങി. പ്രതിപക്ഷ നേതാവ്, UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം പ്രചാരണം തുടങ്ങി. ഒപ്പം രമേശ് ചെന്നിത്തല പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ പ്രചാരണം നയിച്ചത്, അജണ്ട തീരുമാനിച്ചത് രമേശ് ചെന്നിത്തലയാണെന്ന് മറുവിഭാഗം അണികളും. ഇവരൊക്കെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ അണികളും നേതാക്കളും ഒക്കെയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് VD സതീശന് വേണ്ടി കളമൊരുക്കാൻ വേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. തൊട്ടു പിന്നാലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്നും ലിജു, കായംകുളത്ത് സ്ഥാനാർത്ഥിയുടെ ലിജു അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുൻ KPC അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗം കൂടിയായ K. സുധാകരനായിരുന്നു. ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്.